இந்த பஸ்ஸுக்காண்டி எல்லாம் சூனாப்பானா காத்திருக்க வேண்டியதாகி போச்சு. இருக்கட்டும், சிஎம்முக்கு ஒரு போனை போட்டு இந்த போக்குவரத்து அமைச்சரை பூரா ஒரு ஆடினா தான் இந்த சூனாப்பானா யாருன்னு நாட்டுக்கு தெரியும்டா. என்னாச்சு? ஒதச்சாச்சா போயா. അവർ யாருன்னு நினைச்சேன். അവർ ഭയങ്കരமான ആളാടാ. ജാസ്മിന്റെ പലർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് പ്ലാൻ ആയിട്ടൊക്കെ വന്നതായിരിക്കും. ജാസ്മിനെ കപ്പടിക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ വന്നേ. മനസ്സിലാക്കി കളഞ്ഞല്ല. என்ன இங்க நின்னுட்டு இருக்கீங்க? போங்கடா போங்கடா, போய் வேலையில பாருங்கடா. ഡിപ്പാർട്ട്മെന്റ് നമ്മളെ പൂരാ കോപമാ ഇരിക്കേ നാണ്. പോ പോ. പുനലൂരുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 6 കുറച്ച് സ്പെഷ്യലാണ്. കാരണം ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ ജാസ്മിൻ ജാഫർ എന്ന പുനലൂരുകാരി കൂടിയുണ്ട്. வாங்கனே, வண்டியில இறங்கனே. டேய், நீ யாருன்னே எனக்கு தெரியாது, ஏன் உயிரை வாங்குற? போடா. எனக்கு என்ன உங்களுக்கு தெரியாதுண்ணே, ஆனா உங்களை எனக்கு நல்லா தெரியுமே. വാങ്ങണേ, വണ്ടിയിൽ ഇറങ്ങണേ. ഇപ്പൊ എന്നടാ ചെയ്യற? ശത്രുക്കളോടുള്ള സമീപനം എങ്ങനെ ആവണം? ക്ഷമ, സമാധാനം. പക്ഷെ അത് അവരെങ്ങനെ അറിയിക്കും? സമാധാനത്തിന്റെ വെള്ളക്കുടി കാണിക്കാം. ജാസ്മിൻ മാത്രം എന്തോ പ്രത്യേകത. എന്റെ എന്തു വെറുതെ കണ്ടകടച്ചോടെയൊക്കെ വാരിത്തേച്ച് ഉള്ള ചന്തം കൂടി കളയണ്ട. അസൂയ എല്ലാവർക്കും തോന്നും. ടീച്ചർ, എനിക്കത് നിയന്ത്രണം വിട്ടുപോകും. എങ്ങനെയുണ്ട് ജാസ്മിൻ ബിഗ് ബോസിൽ? എങ്ങനെയുണ്ട് പ്ലെയർ ആയിട്ട്? എല്ലാരും നല്ല അഭിപ്രായമല്ല പറയുന്നത്. ഒരു കുട്ടി താഴെ കിടക്കുന്നു. അത് 2 മതി. കാട്ടാപ്പള്ളി നിങ്ങളും തമ്മില് എന്താ വ്യത്യാസം? അങ്ങനെ ഭീഷണിപ്പെടുത്തി ആരും ഞങ്ങളെ ഒഴിപ്പിക്കാന്ന് വിചാരിക്കേ വേണ്ട. ഏതാ ഈ ജെറുഗൻ? അയ്യോ, ഇത് പെൺകുട്ടിയാ. ഭർത്താനം കണ്ട് അങ്ങനെ തോന്നണില്ലല്ലോ. അപ്പം എനിക്കും അതേ പറയാനുള്ളൂ. പിന്നെ കുറച്ചൊക്കെ അച്ചടക്കവും ഒതുക്കവും വേണം പെമ്പിള്ളാരായ. അങ്കിളിന് മൂത്തത് മോനാ? അതെന്റെ ഒരേ ഒരു മോള് ശാലിനി. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഒന്ന് കണ്ട് രണ്ടിനെ പ്രേമം. അയ്യേ, ഞാൻ ആ ടൈപ്പൊന്നും അല്ല. தெரியாம நடந்து போச்சு. എനിക്കൊരു അഭിപ്രായമില്ല. 400 രൂപ. എന്റെ ഡോക്ടർ ആന്റി കുറച്ച് കടുപ്പം അവിടുത്തെ ബില്ല്. തല്ലു വാങ്ങിക്കുന്നത് കുറച്ച് വാങ്ങിച്ചാ ബില്ലും കുറയും. ഡോക്ടർ തമാശിച്ചതാണ്. പോടാ തല്ലുള്ളി. കൈ സൂക്ഷിച്ചോണം. എന്നാ അടി, നമ്മളെ കൊടുത്തു വിട്ടു പോയിട്ടാണ്. എന്താ പറയാ ഉണക്ക്? നമ്മുടെ നാട്ടുകാരി ഒരാൾ കൂടി ഉണ്ട് ഇത്തവണത്തെ ബിഗ് ബോസ്. താഴെ വെച്ചാൽ പാമ്പ് കടിക്കും, തലയിൽ വെച്ചാൽ പൂച്ച കടിക്കും എന്ന് പറഞ്ഞ് വളർത്തിയതാണ് ഇവര്. എന്റെ സ്വന്തം അനന്തരവനാണ് ഇവൻ. நான் உன் சைக்கிள்ல ஏறேன்னு சொன்னா இல்ல. உனக்கு எனக்கு ஏதாச்சும் சம்பந்தம் இருக்கா? இல்ல. அப்புறம் எதுக்குடா நீ சைக்கிள் ஏத்தன? ரொம்ப நாளா சைக்கிள் ஓட்டணும்னு ஆசை, பழகிட்டேன். അപ്പൊ ജാസ്മിനെ പറ്റി എന്താ? പക്ഷെ നമുക്ക് വലിയ താല്പര്യമില്ല അല്ലേ. லோடு வைக்கணும்னு ஆசை, அதுதான். நீ லோடு ஏத்துறதுக்கு நான் தான் கிடைச்சனா? ஏண்டா ஒரு சிங்கத்தை அசிங்கப்படுத்திட்டேடா நாயே. ஏண்டா ஓ டெஸ்ட்க்கு நான் தான் கிடைச்சனா? ஓ டெஸ்ட்க்கு மூணு தூக்குற மாதிரி இருக்கு என்ன பார்த்தா. നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ജോലി കളഞ്ഞേച്ച് ഇനി എന്നെ അന്വേഷിച്ച് വരല്ലേ. ഞാൻ എന്നും നിന്നോട് കടപ്പെട്ടിരിക്കുന്നു. ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ല. ഞാനും നിന്നെ ഒരു കാലത്ത് മറക്കില്ലടാ.